കാത്തിരുന്ന് കാത്തിരുന്ന് പുഴ നിറഞ്ഞ് തല ചൊറിഞ്ഞ് എൻ്റെ കാലവും കടന്നു പോയി. ഇത് അവക്ക് വേണ്ടി കാത്തിരുന്ന് എൻ്റെ ഉയിര് തീരത്തേ ഉള്ളൂ. ഇവിടെ പോയി കിടക്കണത്. എന്തൊക്കെയാ സംഭവിച്ചേ? വെറുതെ കിടന്ന് കരഞ്ഞ് കാല് പിടിച്ച് കരഞ്ഞ കരഞ്ഞില്ല. എന്നാലും അതൊക്കെ മറ്റേവള് വന്ന് നോക്കിയാ നിന്നാ ശിവാൻ. എന്നാ ഉറക്കം വിളിച്ച ഇട് എന്തോന്ന്? മോതിരം. ഏത് മോതിരം? എന്റെ മോതിരം താതിരിച്ച്. തന്റെ ആ മോതിരം? ആ, അത് പാറുന്റെ ആയിരിക്കും. പാറുന്റെ ഇല്ല, ഞാൻ പറഞ്ഞാലേ എനിക്ക് തിരിച്ചു വേണമെന്ന്. കേശു, നീ എനിക്ക് ആ മോതിരം തന്നത് മുതൽ നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ പോലെ ഞാൻ അത് കൊണ്ടു നടക്കുന്നത്. എനിക്ക് എന്റെ മോതിരം തിരിച്ചു വേണം. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? തനിക്ക് ആ മോതിരം തന്നെ വേണം അത്ര നിർബന്ധമാണോ? അതെ. അവള് തരണില്ലത്, അവളുടെ തന്നെ ഇരിക്കണത്. ഞാൻ എന്ത് ചെയ്യാം? ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേറൊരു മോതിരം മേടിച്ചു തരാം. പറ്റില്ല, എനിക്ക് ആ മോതിരം തന്നെ വേണം. ഞാൻ പാറിന്റെ അടുത്ത് ആദ്യം സ്നേഹത്തോടെ ചോദിച്ചു, മക്കളെ മോതിരം തരുമോന്ന്. അവളില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ട് ചോദിച്ചു, മോതിരം തരേ. അവളെന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയൂ? കടിച്ചേറി കൊന്നില്ലെന്നുള്ളന്നെ. പിന്നെയാണ് ഒരു ചേട്ടനോട് സംസാരിക്കേണ്ട രീതി. അതുകൊണ്ട് ആ മോതിരത്തിന്റെ വിട്. നീ നമുക്ക് ഇപ്പം വേറെന്തെങ്കിലും സംസാരിക്കും. കേശു, എനിക്ക് ആ മോതിരം കിട്ടിയേ പറ്റൂ. ഒരു കാര്യം ചെയ്, ഞാനേ അവൾക്കൊരു മോതിരം മേടിച്ചു കൊടുക്കാം. എന്നിട്ട് നീ അവളുടെ ആ മോതിരം എനിക്ക് മേടിച്ച എക്സ്ചേഞ്ച്. ഇപ്പൊ നീ പറഞ്ഞത് ഒരു ഐഡിയയാണ്. നമുക്കത് ട്രൈ ചെയ്യാൻ നോക്കാം. പക്ഷെ അത് ഫലിക്കുമോ ഇല്ലേ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്റെ പൊന്നു പറഞ്ഞില്ലേ, സത്യം പറയല്ല, അവക്ക് നിന്നെക്കാളും വാശിയാണ്. ആഹാ, ഇത്ര കൊച്ചു പ്രായത്തില് അത്ര വാശിയൊന്നും പാടില്ലല്ലോ. കൊച്ചു പ്രായത്തിൽ അത്രയും വാശി പാടില്ല. പക്ഷെ കൊച്ചല്ലേ, പറയാൻ പറ്റില്ലല്ലോ. പൊന്നു മെർലിനെ, ഈ മോതിരം കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇട്ട് ക്രൂശിക്കല്ലേ. എനിക്ക് വയ്യ, കുറച്ച് സമാധാനം വേണം, അതുകൊണ്ടാണ്. കേശു, നീ കൈ ഒന്നും പിടിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് എന്റെ മോതിരം കിട്ടിയേ പറ്റൂ. കറ്റു എന്താ? അയ്യോ, எப்போ வந்து നിങ്ങൾ എവിടെ പോയിട്ട് പറഞ്ഞ கனாண்டி? நாங்க கடையில போயிட்டு வந்தோம். நான் கடையிலக்குன்னு சொன்னப்போ அம்மா தான் சொன்னாங்க நடக்கணும்னு. அப்ப அவங்களும் கூட வந்தாங்க. നല്ല കാര്യം. നടന്ന അമ്മൂമ്മ? മുട്ടുവേനൊന്നുമില്ലല്ലോ. ഇല്ല. അമ്മൂമ്മ മെർലിൻ കണ്ടു. എന്തൊരു പിണക്കമായിരുന്നു രണ്ടുപേരും കൂടെ. പിണക്കം? അത് സംഭവേ മെർലിൻ സംഭവം എന്താന്ന് വെച്ചാലേ, മെർലിൻ ചില സമയം ഇങ്ങനെയാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് നടക്കുകയും ചെയ്യും. അല്ലേ, പിഞ്ചു മനസ്സാ. கேசு, நீ வீட்டுக்கு வாடா, நிறைய பொருள் எல்லாம் வாங்கியிருக்கேன் சாப்பிடுறதுக்கு. മെർലിൻ, എന്തിനാ ഇവിടെ ഒന്ന് സംസാരിക്കുന്നേ? അങ്ങ് വീട്ടിലോട്ട് വരാമല്ലോ. വീട്ടിൽ വന്നാൽ ശരിയാവില്ല. ശിവാൻ, ശിവയ്ക്ക് എന്താ? ശിവയ്ക്ക്? ശിവയ്ക്കല്ല, ഞാൻ എന്ത് ശിവ എന്ന് പറഞ്ഞ, ഞാൻ ഉദ്ദേശിച്ചതേ ഈ തനിക്ക് നമ്മുടെ ശീകരം പെട്ടെന്ന് ഈ കനകാന്റിയുടെ കൂടെ തമിഴ് കയറി വന്നത്. പെട്ടെന്ന് പോയിട്ട് നിനക്ക് വേറെ പരിപാടി ഇല്ലേ? ഉണ്ട്. അപ്പൊ പോണം. എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ട് ആന്റി. പരവായില്ല മെർലിൻ, വീട്ടിക്ക് വന്നിട്ട് പോപ്പാ. പിന്നെ ഒരു ദിവസം വരാം ആന്റി, എന്തായാലും. ഓക്കെ, ശരി. കേശു, ഞാൻ പറഞ്ഞാലും മറക്കല്ലേ, സെറ്റ് ചെയ്യണേ. ഇല്ല, മറക്കില്ല. പോട്ടെ എന്നാ. എന്താടാ? എന്താ? അത് ഈ എന്നോടൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. അത് മറക്കല്ലേന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അവിടെ വന്ന് എന്തൊക്കെ പ്രകടനമായിരുന്നു. പാവം കൊച്ചമ്മൂമ്മ, അവൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. അമ്മൂമ്മ എത്ര പറയണേ, നമ്മളെന്താ മൈൻഡ് ചെയ്യണുണ്ടോ? അപ്പൊ പോവാൻ വീട്ടിൽ പോകുമ്പോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.